പ്രിയ കുട്ടികളെ, മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റാണെന്ന് പരിചയപ്പെടുന്നത്. നിങ്ങൾക്കറിയാലോ, ഓരോ യൂണിറ്റിനും ഓരോ പ്രവേശകം ഉണ്ടായിരിക്കും. എന്താണ് പ്രവേശകം? പ്രവേശകം എന്നാലൊരു താക്കോലാണ്, അല്ലേ? നമുക്കറിയാം, ഒരു താക്കോലുണ്ടെങ്കിൽ വാതിൽ തുറന്ന് അകത്ത് കയറി അതിനുള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് കാണാൻ പറ്റും. അതുപോലെ ഒരു യൂണിറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ 3 പാഠങ്ങളാണ് അതിലുള്ളത്. ആ പാഠങ്ങളുടെ രത്ന ചുരുക്കം ആ പ്രവേശകത്തിൽ സൂചിപ്പിച്ചു പോയിട്ടുണ്ടാകാം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പ്രവേശകം, ഒരു താക്കോല് നമുക്ക് തരുന്നത്. ആ താക്കോല് തുറന്ന് അകത്ത് കയറി അതിനുള്ളത് വിശദമായി കാണാൻ ആണ് പ്രവേശകങ്ങൾ. പ്രവേശകത്തിൽ നിന്നും ധാരാളം ചോദ്യങ്ങളൊക്കെ 5 മാർക്കിൻ്റെ വരെ കുറച്ച് മുൻപൊക്കെ ചോദിച്ചിട്ടുണ്ട്. കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റിൻ്റെ പേര് ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്നതാണ്. ഭാഷ പൂക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പൂക്കാലം എന്ന് പറഞ്ഞാൽ വസന്തകാലമാണ്, ഭാഷയുടെ വസന്തകാലം. ഭാഷ വളരുമ്പോൾ സംസ്കാരവും വളരുന്നു. നമ്മുടെ സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും നെടുന്തൂണായി നിൽക്കുന്നത് നമ്മുടെ ഭാഷയാണ്. മലയാള ഭാഷയുടെ വളർച്ച, അതിൻ്റെ പൂക്കാലം, അതിൻ്റെ വസന്തകാലം, അത് നമ്മുടെ സംസ്കാരത്തെ എങ്ങനെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ വസന്തകാലത്തുണ്ടായ എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിൽ നിന്ന്, ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയിൽ നിന്ന്, ഒരു ഭാഷാ പഠനത്തിൽ നിന്നൊക്കെ ആ സംസ്കാരത്തിൻ്റെ വളർച്ചയെയും പൂർണിമയെയും കുറിച്ച് സൂചിപ്പിക്കുന്നു. അതാണ് പ്രവേശകം സൂചിപ്പിക്കുന്നത്. പ്രവേശകം ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിലെ ഒ വി വിജയൻ്റെ വളരെ പ്രശസ്തമായ മലയാള നോവൽ സാഹിത്യത്തിൽ തന്നെ 2ആയി തിരിച്ച ഒരു നോവലാണത്. ആ നോവലിൽ നിന്നുള്ള ഒരു ഭാഗമാണ് നമുക്ക് പ്രവേശകമായി തന്നിരിക്കുന്നത്. എന്താണ് അതിനകത്ത് പറയുന്നത്? ഇന്നൊരു കഥ പറയാം. അയാൾ പറഞ്ഞു, എന്ത് കഥയാണ് വേണ്ടത്? കുട്ടികളെല്ലാവരും ഒന്നിച്ച് സംസാരിക്കാൻ തുടങ്ങി. സാർ, സുറുമയിട്ട പെൺകുട്ടി കൈ ഉയർത്തിക്കാട്ടി. പറയൂ, രവി പറഞ്ഞു. സാർ, ആരും ചാകാത്ത കഥ. രവി ചിരിച്ചുപോയി. അവൾ തൊടുത്തു. എന്താ പേര്? രവി ചോദിച്ചു. കുഞ്ഞാമിന. ശരി, രവി പറഞ്ഞു. രവി കഥ പറയാനൊരുങ്ങി എന്നാണ്. കഥ കേൾക്കാനും പറയാനും എല്ലാവർക്കും ഇഷ്ടമാണ്. ആ കുട്ടിയുടെ താല്പര്യവും കുട്ടിയുടെ ചോദ്യവും രവിക്ക് കഥയിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുന്നു. ആദ്യത്തെ പാഠത്തിൽ, എഴുത്തച്ഛൻ്റെ ആദ്യത്തെ കവിതയിൽ ഈ കഥ പറച്ചിൽ തുടരുന്നുണ്ട്. പുതിയ കാലത്ത് രവി കഥ പറയുമ്പോൾ പഴയ കാലത്തെ മലയാളത്തിൻ്റെ മഹാകവി കഥ പറയാൻ ഒരുങ്ങുന്നതാണ് ആദ്യത്തെ പാഠം. എഴുത്തച്ഛനെക്കുറിച്ച് പറയുമ്പോൾ മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, ആ ഒരൊറ്റ വിശേഷണം മതി എഴുത്തച്ഛൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ, അല്ലേ? എത്രയോ പ്രഗത്ഭരായ കവികളുണ്ടായ ഒരു നാടാണിത്. പക്ഷേ ഇത്രയും അത്യുന്നതമായ സമുന്നതമായ ഒരു പദവി എഴുത്തച്ഛന് ലഭിക്കണമെങ്കിൽ എഴുത്തച്ഛൻ്റെ എഴുത്തുകൾ എത്രമാത്രം ശ്രേഷ്ഠമായിരുന്നിരിക്കാം. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്, കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്, ആചാര്യൻ, സന്യാസി വര്യൻ എല്ലാമായിരുന്നു എഴുത്തച്ഛൻ. ഭക്തകവിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. കഥകളതി മോഹനം എന്നാണ് അതിന് പേര് നൽകിയിരിക്കുന്നത്. കഥ പറയുമ്പോൾ കിളിയുടെ കണ്ണിൽ 100 വർണ്ണങ്ങൾ ഭാഷയുടെ ചിറകിലും. എഴുത്തച്ഛൻ കിളിയെക്കൊണ്ട് കഥ പറയിക്കുന്ന രീതിയിലാണ് കവിത എഴുതിപ്പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കിളിപ്പാട്ട് പ്രസ്ഥാനം എന്ന് നമ്മൾ പറയുന്നത്. കിളിയെ അടുത്ത് വിളിച്ചിരുത്തി കിളിയെക്കൊണ്ട് കഥ പറയിക്കുന്നു. തത്തേ വരികങ്ങരികത്തിരി മമ ചിത്തം മുഹുരബി തെളിഞ്ഞതയ്യാ എന്നാണ്. ശരികപ്പൈതലേ ചാരുശീലേ വരികാരോമലേ കഥാശേഷവും ചൊല്ലുനീ. കഥയ മമ കഥകളതി സാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവര. ഓരോ തവണയും കിളിപ്പെണ്ണിനെ അടുത്ത് വിളിച്ച് അവൾക്ക് വേണ്ടതെല്ലാം കൊടുത്ത് അവളെ കൊണ്ട് കഥ പറയിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് എഴുത്തച്ഛൻ നടത്തുന്നത്. എത്ര സ്നേഹത്തോടെയാണ് കവി പഞ്ചവർണ്ണ കിളിയെ വിളിക്കുന്നത്. പെൺകിടാവേ എന്ന വിളിയിൽ പോലും ആ വാത്സല്യമുണ്ട്, സ്നേഹമുണ്ട്. കാരണം എഴുത്തച്ഛൻ്റെ നാമാണത്, എഴുത്തച്ഛൻ്റെ ഭാഷയാണത്, എഴുത്തച്ഛൻ്റെ സ്നേഹമാണത്. എൻ്റെ ചെവി 2 കുളിർക്കെ നീ പാടുക, നിനക്ക് ഞാൻ എന്തൊക്കെയാണ് ഒരുക്കി വച്ചിരിക്കുന്നത്. നെഞ്ചം തെളിഞ്ഞ്
വെറുതെയല്ല, സ്നേഹത്തോടെ സന്തോഷത്തോടെ ഹൃദയം കൊണ്ട് കുറുക്കി കൊഴുത്ത പാൽ, അതിൽ പഞ്ചസാരപ്പൊടി കൂട്ടി കുഴമ്പാക്കി കദളിപ്പഴങ്ങൾ തിരഞ്ഞ്, അവിടെ കണ്ടതല്ല, അതിനകത്തുനിന്ന് തിരഞ്ഞെടുത്ത് തിരുമ്മി ഉടച്ച് തേനും വീഴ്ത്തി വെല്ലവും ശർക്കരയും പൊടിച്ചിട്ട് വെള്ളിത്തളികയിൽ വെച്ചിരിക്കുന്നു. വേറെ വേറെ ഇഷ്ടമുള്ളതെടുത്ത് നീ കഴിക്കുക. നിനക്ക് ദാഹിക്കുന്നുണ്ടെങ്കിലോ നീലക്കരിമ്പിൻ്റെ ചാറ്, ഇളനീര്, പാല്, മധു ഇതെല്ലാം കുടിച്ചുകൊള്ളുക എന്നാണ്. തേനൂറുന്ന, ആരെയും മോഹിപ്പിക്കുന്ന, കൊതിപ്പിക്കുന്ന ഭക്ഷണമാണ് ഞാൻ നിനക്കായി ഒരുക്കിയിരിക്കുന്നത്. നീ സന്തോഷിക്കുക, നീ ആനന്ദിക്കുക, എന്നിട്ട് എന്നോട് കഥയുടെ ബാക്കി പറഞ്ഞു തരിക എന്നാണ്. കഥയുടെ ബാക്കി നീ ഇനി പറഞ്ഞാലും നിൻ്റെ ദാഹം മാറ്റി, വിശപ്പ് മാറ്റി, താല്പര്യത്തോടെ സ്നേഹത്തോടെ നീ എന്നോട് ഇനി പറഞ്ഞാലും. ഭീഷ്മർക്ക് ശേഷം യുദ്ധഭൂമിയിൽ എന്ത് സംഭവിച്ചു എന്ന് നീ എന്നോട് പറയുക. ഭീഷ്മ സമാനൻ അരിനിവഹത്തിന്, ശത്രുക്കൾ, നിവഹം കൂട്ടം, ശത്രു സമൂഹത്തിന് ഭീഷ്മ സമാനനായ അല്ലെങ്കിൽ നേരിടാൻ ബുദ്ധിമുട്ടുള്ള ഭീഷ്മർ ശരശയ്യയിൽ വീണതിന് ശേഷം, ശരശയ്യയിലേക്കാണ് ഭീഷ്മർ വീണത്. ദേഹം മുഴുവൻ വീണ, മുറിവ് വീഴ്ത്തിയ അമ്പുകളിലാണ് ഭീഷ്മർ വീണത്. അതിനുശേഷം തോറ്റ സുയോധനാദികൾ കൗരവപ്പടയ്ക്ക്, സുയോധനൻ്റെ നേതൃത്വത്തിലുള്ള കൗരവപ്പടയ്ക്ക് 100 പേർക്ക് എന്താണ് ചെയ്തത്, അവർ പിന്നെ എന്താണ് ചെയ്തത്, ഭീഷ്മർക്ക് ശേഷം അവരുടെ ഭാവി എങ്ങനെയായിരുന്നു, നീ അത് പറയൂ എന്നാണ്. ഇത്രയും ചോദിച്ചപ്പോൾ കവിയുടെ കിളിപ്പെണ്ണ് കവിക്കുള്ള മറുപടി നൽകുകയാണ്. എന്താ പറഞ്ഞത്? ചൊല്ലുവാനാവതില്ലെങ്കിലും ഒട്ടൊട്ടു ചൊല്ലുന്നതുണ്ടു കനക്കെ ചുരുക്കി ഞാൻ. എല്ലാം പറയാനാവില്ലെങ്കിലും പറയാതെ വയ്യ, ചുരുക്കി ഞാൻ അല്പം പറയാം. വൻപനാം കർണൻ, ശ്രേഷ്ഠനായ കർണനോട് സുയോധനൻ സേനാപതിയാകാൻ ആവശ്യപ്പെട്ടു. തീർച്ചയായും, കാരണം സുയോധനൻ്റെ പ്രതീക്ഷയാണ് കർണൻ. കർണൻ്റെ ആത്മാർത്ഥതയിൽ മാത്രമാണ് സുയോധനന് ഏറ്റവും അധികം പ്രതീക്ഷയുള്ളത്. അതുകൊണ്ടാണ് താൻ ചങ്ങാതിയായ കർണനോട് സേനാപതിയാകാൻ ആവശ്യപ്പെട്ടത്. നൻപോട് സേനാപതിയാക നീ എന്നാൽ. പക്ഷെ കർണനെ നമുക്കറിയാം അല്ലേ, മഹാഭാരത കഥയിൽ ഏറ്റവും ശ്രേഷ്ഠനായ കഥാപാത്രമാണ് കർണൻ. കർണൻ മന്ദസ്മിതം ചെയ്തു. സാധാരണ ആളുകളാണെങ്കിലോ കേട്ടത് പാതി കേൾക്കാത്ത പാതി സേനാപതി സ്ഥാനത്തിലേക്ക് ചാടിക്കയറും. എന്നാൽ കർണൻ ഒന്ന് ചിരിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്? കർണസുഖം പറകയില്ല ആരോടും. നമുക്ക് വാക്കുകൾ ആവർത്തിച്ചു വന്നിരിക്കുന്നത് കണ്ടോ? മറ്റുള്ളവർക്ക് കേൾക്കാൻ ഇമ്പമുള്ളത് പറയുക എന്നുള്ളതല്ല എൻ്റെ ജോലി, ഞാൻ സത്യം പറയുന്നവനാണ്. ദ്രോണരാം ആചാര്യൻ താനിരിക്കേ. ദ്രോണരിവിടെ ശേഷിക്കുന്നുണ്ട്. പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവായ, ഗുരുശ്രേഷ്ഠനായ ദ്രോണാചാര്യരുള്ളപ്പോൾ എന്നോട് സേനാപതിയാകാൻ പറയുന്നത് ശരിയാണോ? ഞാൻ സേനാപതിയാകുന്നത് ശരിയാണോ? കർണൻ്റെ വലിയൊരു മനസ്സ് അവിടെയുണ്ട്. മന്നവ കേൾക്ക ഭരദ്വാജനന്ദനൻ. ഭരദ്വാജനന്ദനൻ ദ്രോണരാണ്. ഭരദ്വാജ മഹർഷിയുടെ മകനായ ദ്രോണര് യോദ്ധാക്കളിൽ പ്രബലാധിപൻ. ദ്രോണർക്ക് വിശേഷണങ്ങൾ വേണ്ട, അത്രയും ശ്രേഷ്ഠനാണ്, ഗുരുവര്യനാണ്, ആചാര്യനാണ്. പിന്നെ ഞാൻ പക്ഷേ ഭരിക്കുന്നതുമുണ്ട്. ശേഷം, ദ്രോണർക്ക് ശേഷം ഞാൻ യുദ്ധം സേനാപതിയാകാൻ തയ്യാറാണ്. മാനിയായുള്ള സുയോധനൻ ദ്രോണരെ സേനാപതിയായ അഭിഷേകവും ചെയ്താൽ. അത് കേട്ടപ്പോൾ അഭിമാനിയായ ദുര്യോധനൻ, സുയോധനൻ ദ്രോണരെ അടുത്ത സേനാപതിയായി ഭീഷ്മർക്ക് ശേഷം അഭിഷേകം ചെയ്തു. ഇതാണ് ഈ പാഠഭാഗത്തിലൂടെ എഴുത്തച്ഛൻ നമ്മളോട് പറയുന്നത്. 2 ഭാഗങ്ങളുണ്ടെന്ന് പറയാം കവിതയ്ക്ക് അല്ലേ. ആദ്യത്തേത് ആ കിളിപ്പെണ്ണിനുള്ള വിശേഷണങ്ങളാണ്. കിളിപ്പെണ്ണിനോട് എഴുത്തച്ഛനുള്ള ആത്മാർത്ഥതയും മമതയും, കിളിപ്പാട്ടിൻ്റെ കാരണക്കാരിയായ കിളിപ്പെണ്ണിനോട് എഴുത്തച്ഛനുള്ള സ്നേഹവും വാത്സല്യവും ഉണ്ട്. അവൾക്ക് തേനൂറുന്ന ഭക്ഷണം നൽകി പ്രസാദിപ്പിച്ച് സന്തുഷ്ടയാക്കിയതിന് ശേഷം മഹാഭാരത കഥയുടെ ബാക്കി ഭാഗങ്ങൾ പറയാൻ ആവശ്യപ്പെടുകയാണ്. കിളിപ്പെണ്ണാകട്ടെ ചുരുക്കി പറയാം എന്നാണ് പറയുന്നത്. എഴുത്തച്ഛൻ്റേതുപോലെ തന്നെ ആ ഭാഷയാണ്. നേരത്തെ പറഞ്ഞതുപോലെ എഴുത്തച്ഛൻ്റെ ഭാഷയാണത്. ഞാൻ ചുരുക്കി പറയാം, പരത്തി പറയുന്നില്ല എന്നാണ്. പ്രിയപ്പെട്ട കർണൻ സേനാപതിയാകണം എന്ന് ചങ്ങാതിയായ ദുര്യോധനൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ധീരനും സത്യസന്ധനുമായ കർണൻ, നീതിമാനായ കർണൻ അതിനർഹനായ ദ്രോണരെ അതിലേക്ക് നിയോഗിക്കുന്നതുമാണ് കാവ്യഭാഗം. ഇനി നമുക്കിതിലെ ചോദ്യോത്തരങ്ങളൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം വളരെ എളുപ്പമുള്ളതാണ്.
പഞ്ചവർണ്ണക്കിളിക്ക് കവി നൽകുന്ന വിശിഷ്ട ഭോജ്യങ്ങൾ എന്തെല്ലാം, അവയുടെ സവിശേഷത എന്ത്, നമ്മൾ കണ്ടതല്ലേ എന്തൊക്കെയാണ് കഴിക്കാൻ കൊടുത്തതെന്നുള്ളത്. അപ്പോൾ അത് പുസ്തകത്തിലുള്ളതാണ്. അതിൻ്റെ ഉത്തരം എഴുതാൻ വളരെ എളുപ്പമാണ്. നോക്കി എഴുതുക എന്തൊക്കെയാണ് കൊടുത്തതെന്നുള്ളത്. ആദ്യ ഭാഗത്ത് സൂചനകളുണ്ട്. എന്താണ്? കുറുക്കി കൊഴുത്ത പാൽ, നീലക്കരിമ്പിൻ്റെ ചാറും പാലും മധുരവും, അവിടം വരെയുള്ളതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. കർണസുഖം ഞാൻ പറകയില്ല ആരോടും. കർണൻ്റെ ഈ നിലപാട് വർത്തമാനകാല സമൂഹത്തിൽ എത്രമാത്രം പ്രസക്തമാണ് എന്നാണ്. കർണസുഖം, മറ്റുള്ളവരെ സുഖിപ്പിക്കുന്ന പോലെ സംസാരിക്കുന്നവനല്ല കർണൻ എന്നാണ്, സത്യം പറയുന്നവനാണ് എന്നാണ്. പുതിയ കാലത്ത് അങ്ങനെയാണോ? പലപ്പോഴും നമുക്ക് അപ്രിയമായ സത്യങ്ങൾ നമ്മൾ മൂടി വയ്ക്കും. എപ്പോഴും മറ്റുള്ളവരെ രസിപ്പിക്കാനോ സുഖിപ്പിക്കാനോ ഉതകുന്നത് മാത്രമേ പറയാറുള്ളൂ. മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ടത്, നമുക്ക് പരിക്കുകളില്ലാത്ത കാര്യങ്ങൾ പറയാനാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. പുതിയ കാലത്ത് കർണൻ്റെ മനോഭാവം വളരെ കുറവാണ്. മറ്റുള്ളവരെ മുറിപ്പെടുത്താതെ, വേദനിപ്പിക്കാതെ, അല്ലെങ്കിൽ അവരെ സുഖിപ്പിച്ച് സത്യം പറയാതെ പോകുന്നവർ, ശരി പറയാതെ പോകുന്നവർ, അല്ലേ, സമൂഹത്തിലെ ശരി തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാതെ പോകുന്ന ധാരാളം കാഴ്ചകളും അനുഭവങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അത് സൂചിപ്പിച്ച് എഴുതാം. കർണൻ്റെ നിലപാട് എഴുതണം. അതോടൊപ്പം തൊട്ട് താഴെ കർണനെ പോലെ അല്ലാതെ, കർണനെ പോലെ പെരുമാറാൻ കഴിയാത്ത പുതിയ കാലത്തിൻ്റെ പ്രത്യേകതകൾ കൂടി സൂചിപ്പിക്കണം. അടുത്ത ചോദ്യം, ചെവി രണ്ടും കുളിർക്കപ്പറക, കർണസുഖം. അതുകൊണ്ട് സമാന അർത്ഥമുള്ള രണ്ട് വാക്കുകളാണതല്ലേ. ചെവി രണ്ടും കുളിർക്കുക, കർണസുഖം. പക്ഷേ അത് വ്യത്യസ്ത അർത്ഥത്തിലാണ് രണ്ട് ഭാഗത്തും ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യ ഭാഗത്ത് കവി തൻ്റെ പ്രിയപ്പെട്ട കിളിയോട് എൻ്റെ ചെവി കുളിർപ്പിക്കും വിധം സംസാരിക്കുക എന്നാണ് ആവശ്യപ്പെടുന്നത്. രണ്ടാമത് കർണം പറയുന്നത് കർണസുഖം പകരും പോലെ സംസാരിക്കാൻ എനിക്കിഷ്ടമില്ല, അല്ലെങ്കിൽ ഞാൻ അതിന് തയ്യാറല്ല എന്നാണ്. ഒന്ന് അതിൻ്റെ പോസിറ്റീവായ അർത്ഥത്തിലും മറ്റൊന്ന് അതിൻ്റെ നെഗറ്റീവായ അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ്. കേൾക്കാൻ സുഖമുള്ളത് പറയാൻ ഒരാൾ ആവശ്യപ്പെടുന്നു, കേൾക്കാൻ സുഖമുള്ളത് പറയാൻ എനിക്കിഷ്ടമില്ല എന്ന് മറ്റൊരാൾ പറയുന്നു. ഒരേ പദങ്ങളാണെങ്കിൽ പോലും വ്യത്യസ്ത അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ്. അടുത്തത് പ്രാചീന കവിത്രയങ്ങളെ രണ്ട് പ്രഗത്ഭരായ കവികളുടെ വരികൾ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ, നമ്പ്യാരുടെ കവിതയിൽ പറയുന്നു, ആദരാലെങ്കിലും കോരി വിളമ്പിയാൽ സ്വാദില്ല എന്ന് വരുമിനി നിർണയം. കോരി വിളമ്പിയാൽ അതിന് സ്വാദുണ്ടാവില്ല എന്നാണ്. അധികമായാൽ അമൃതും വിഷം എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. എന്തും ആവശ്യത്തിനേ പാടുള്ളൂ. എത്ര വിലപ്പെട്ടതാണെങ്കിലും ആവശ്യത്തിനേ നൽകാവൂ. അധികം നൽകുന്നതിന് വിലയുണ്ടാവില്ല. കൃത്യമായി നൽകിയാൽ മിതം ച സാരം ച വജോഹി വാഗ്മി എന്ന് പറയുന്നത് പോലെ കൃത്യമായത് നൽകുക, കൃത്യമായത് ചെയ്യുക, അത് ആദരിക്കപ്പെടും, ബഹുമാനിക്കപ്പെടും എന്നാണ് നമ്പ്യാർ പറഞ്ഞത്. എഴുത്തച്ഛനും അത് തന്നെയല്ലേ പറഞ്ഞത്. കനക്കെ പറയാൻ എനിക്ക് ചൊല്ലുന്നതുണ്ട് കനക്കെ ചുരുക്കി ഞാൻ എന്നാണ്, ചുരുക്കി പറയാമെന്നാണ്. ഞാൻ പറയാനുള്ളത് ചുരുക്കി എപ്പോഴും കുറച്ച് പറയുക, കുറച്ച് പറയുന്നതിലെല്ലാം ഉൾക്കൊള്ളിക്കുക എന്നാണ്. ആവശ്യമില്ലാതെ കുറേ അധികം കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് കാമ്പുള്ള കനമുള്ള കാര്യങ്ങൾ കുറച്ച് പറയുക എന്നാണ് പ്രഗത്ഭരായ മഹാപ്രതിഭാശാലികളായി രണ്ട് കവികളും പറയുന്നത് ഒരേ കാര്യം തന്നെയാണ്. അവസാനം ഒരു എസ്സേ ടൈപ്പ് ചോദ്യമുണ്ട്. എന്താണ്? എഴുത്തച്ഛൻ്റെ കവിതകളെക്കുറിച്ച് എഴുതാനാണ്. എഴുത്തച്ഛൻ്റെ കവിതയുടെ ഭാഷ, പ്രയോഗഭംഗി, വരികളുടെ പ്രത്യേകത, ശബ്ദഭംഗി, അല്ലെ, ദ്വിതീയാക്ഷരപ്രാസം പോലെയുള്ള പ്രത്യേകതകൾ, വാങ്മയ ചിത്രങ്ങൾ. ഇപ്പോൾ കിളിയെ കവി വിളിക്കുന്നത് ഒരു ചിത്രത്തിലെന്ന പോലെ നമുക്ക് കാണാം. കർണനും ദുര്യോധനനും തമ്മിലുള്ള സംഭാഷണം കാണാം. ദ്രോണർ സേനാപതിയാവുന്നതും കാണാം. അതൊക്കെ വാക്കുകൾ കൊണ്ട് പടം വരയ്ക്കാനുള്ള കഴിവാണ്. ഇതെല്ലാം കണ്ടെത്തി എഴുത്തച്ഛൻ കൃതികളിലെ വർണ്ണനകളുടെ സവിശേഷതകൾ, എഴുത്തച്ഛൻ്റെ ഭാഷയെക്കുറിച്ച് എഴുതാനാണ്. എല്ലാ ഉത്തരങ്ങളും തനിയെ എഴുതാൻ പഠിക്കുക. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നോക്കി റെഫർ ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാത്തിലും നിന്ന് റെഫർ ചെയ്യാം. പക്ഷേ ഉത്തരങ്ങൾ എപ്പോഴും സ്വന്തം ഐഡൻറ്റിറ്റിയിൽ എഴുതി പഠിക്കുക. എന്നാലാണ് നമ്മുടെ ഭാഷ വളരുള്ളൂ. നമുക്ക് മറ്റുള്ളവരുടെ കൊട്ടേഷൻസ് ഉപയോഗിക്കാം, കോട്ടിങ്സ് ഉപയോഗിക്കാം, അതൊക്കെ ശരിയാണെങ്കിൽ പോലും നമ്മുടെ ഉത്തരങ്ങളിൽ നമ്മൾ മാത്രമാണ് ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ കണ്ടെത്തി സ്വന്തം എഴുതി ശീലിക്കുക. ആദ്യം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും പിന്നീട് നിങ്ങൾക്കത് എളുപ്പമുള്ളതായി തീരും. അപ്പോൾ ആദ്യത്തെ പാഠം നമ്മുടെ ഭാഷാപിതാവിൻ്റേതാണ്. ഭാഷയുടെ വസന്തകാലം, സുവർണകാലം. നമുക്കറിയാലോ, എഴുത്തച്ഛനെ ഭാഷാപിതാവെന്ന് വിളിക്കാനുള്ളൊരു കാരണം ഒരു കാലഘട്ടത്തെ തന്നെ ശുദ്ധീകരിച്ച കവിയാണ്. ഭാഷയെ മാത്രമല്ല, തമിഴ് സംസ്കൃതം ഭാഷകളെ കൂട്ടി മലയാളം എന്നൊരു പുതിയ ഭാഷയ്ക്ക് പുതിയ രീതിയിൽ രൂപകൽപ്പന, അതിന് മുൻപതുണ്ട്, ചെറുശ്ശേരിയിലൊക്കെ അത് ആരംഭിക്കുന്നുണ്ടെങ്കിൽ പോലും
അതിനൊരു ശക്തമായ തീവ്രമായ അടിത്തറയിട്ടത് എഴുത്തച്ഛനാണ്. അതുകൊണ്ടാണ് എഴുത്തച്ഛനെ മലയാള ഭാഷയുടെ പിതാവെന്ന് നമ്മൾ വിളിച്ചു പോരുന്നത്. ആ ഭാഷയുടെ പ്രത്യേകതകൾ, അതിൻ്റെ കരുത്ത്, എഴുത്തച്ഛൻ കവിതകളുടെ സ്വാധീനം ഈ പുതിയ തലമുറയിലും പുതിയ കവികളിലും നമുക്ക് കാണാം. എഴുത്തച്ഛൻ എന്നത് മലയാളത്തിൽ ഏറ്റവും ശക്തമായ, ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. എഴുത്തച്ഛൻ്റെ കവിത ആദ്യത്തെ പാഠത്തിൽ തന്നെ പഠിക്കാൻ കഴിയുന്നതും ഒരു ഭാഗ്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗങ്ങൾ മനസ്സിലാകാത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെയൊക്കെ ചോദിച്ചാൽ കഴിയും വിധത്തിൽ മറുപടി തരാൻ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഓക്കെ.